രോഹിത്, ഞാൻ എന്നെ സമർപ്പിച്ചിട്ടുണ്ട് നാളത്തെ റാന്നിക്ക് വേണ്ടി. MLA എന്ന നിലയിൽ അങ്ങ് 10-ൽ എത്ര മാർക്ക് നൽകും? നമ്മൾ ജനങ്ങളുടെ സേവകനാണ്, ദാസനാണ്. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകുന്ന ഒരാളാണ്. അങ്ങനെ പങ്കാളിയായോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണല്ലോ. അത് പറയുമ്പോൾ എൻ്റെ കണ്ണല്ല, എൻ്റെ ഹൃദയം നിറയും. 5 വർഷം ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോവരെ. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. ഞാനത് സാധാരണ എന്നെക്കുറിച്ചുള്ള പരാതിയാണ്, ഞാൻ ഒരാളെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. പക്ഷേ താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ഒഴുകി വരുന്ന വാക്കുകൾ അത് കേട്ടിരിക്കാൻ തോന്നും. സ്വാതന്ത്ര്യം കിട്ടിയത് പുരുഷന് മാത്രമാണോ എന്നൊരു ചിന്ത പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. മോഹിച്ചു നിന്നിട്ടുണ്ട് ഞാൻ ചുവപ്പാർന്ന കുപ്പിവളകൾ ദാഹിച്ച കണ്ണുകളാൽ. ഒന്ന് ചോദിക്കാൻ പോലും ആകാതെ ഈ കുപ്പിവള വേണമെങ്കിൽ പോലും ഒരാളോട് ചോദിക്കണം. കുട്ടിക്കാലത്ത് അച്ഛനോട് ചോദിക്കണം, പിന്നെ ഭർത്താവിനോട് ചോദിക്കണം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വികസനത്തെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പട്ടിണി അസ്വാതന്ത്ര്യമാണ്, തൊഴിലായ്മ അസ്വാതന്ത്ര്യം. പക്ഷേ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കായി വേറൊരാളിനെ ആശ്രയിക്കേണ്ടി വരും. നാളുകളിൽ ഈ നാടിന് വേണ്ടത് എന്താണ്, ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ എന്താണ് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടൊരു മനുഷ്യൻ നടത്തിയ ജലത്തിൻ്റെ സ്രോതസ് ഉണ്ടാകണം. കുറേ കഴിഞ്ഞ് ഇതെല്ലാം വറ്റി വരളും. അങ്ങനെയാണ് ഒരു പദ്ധതി തയ്യാറാക്കി. 5 വർഷത്തെയാണോ 10 വർഷത്തെയാണോ ഇത് പറയുന്നത്? അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടല്ലോ ഇദ്ദേഹം 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫസ്റ്റിൽ ഇന്നത് ഈ റാന്നിയുടെ സ്വന്തം MLA പ്രമോദ് നാരായണനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. റാന്നിയുടെ സ്വന്തം MLA, ഈ പ്രമോദ് നാരായണനെ പറ്റി തിരക്കുമ്പോൾ റാന്നിക്കാരെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം MLA പ്രമോദ് നാരായണൻ. എങ്ങനെയാണ് ഈ റാന്നിക്കാരുടെ സ്വന്തം MLA ആയി മാറിയത്? അതിന് തന്നെ ആ ഒരു ടാഗ്ലൈൻ റാന്നിയിൽ എല്ലാ സ്ഥലത്തും ആളുകൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഉപയോഗിച്ചതിലുള്ള ഒരു സന്തോഷം ആദ്യം പറയട്ടെ. ഈ സ്വന്തം എന്ന വാക്കിന് എപ്പോഴും അതിനൊരു പ്രത്യേകമായൊരു അഴകുണ്ട്. ഒരാൾ അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാകുമ്പോഴേ സ്വന്തം എന്ന് പറയാൻ കഴിയും. എല്ലാവരെയും നമ്മളങ്ങനെ പറയില്ല, അല്ലേ? എൻ്റെ സ്വന്തം എന്ന് പറയുന്നത് എൻ്റേത് മാത്രമാണ്. എനിക്കൊരു അവകാശം, എനിക്കൊരു സ്വാതന്ത്ര്യം, എനിക്കൊരു ആത്മബന്ധം ഉള്ള ആളുകളെയാണ് നമ്മൾ സ്വന്തം എന്ന് പറയുന്നത്. റാന്നിയുടെ MLA എന്ന തരത്തിൽ എൻ്റെ അനുഭവങ്ങളുടെ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു MLAയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ആദ്യം വരേണ്ടത് നിയമസഭയിലെ പ്രവർത്തനമാണ്. പിന്നെ ഒന്ന് നമ്മുടെ വികസനത്തിൽ നമ്മൾ എടുക്കുന്ന മുൻകൈയാണ്, പദ്ധതികൾ നടപ്പിലാക്കലാണ്. മറ്റൊന്ന് ജനങ്ങളുടെ എല്ലാ ജീവിതഘട്ടങ്ങളിലും അവർക്കൊപ്പം നിൽക്കലാണ്. ഈ മൂന്നിലും ചേർത്ത് വെച്ചാൽ മറ്റ് 2 കാര്യങ്ങളും നമുക്ക് വിശദമായി സംസാരിക്കാം. പക്ഷേ ഈ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. റാന്നി ഒരു മലയോര റാണിയാണ്. വളരെ ഭംഗിയുള്ള ഹൃദയഹാരിയായ പ്രകൃതിയുള്ള ഒരു നാട്. ഈ നാടിൻ്റെ ഒരു ഭൂപടം നമ്മൾ നോക്കുമ്പോൾ മലനിരകൾ അങ്ങേയറ്റം മല്ലപ്പള്ളിയോട് ചേർന്ന് കോട്ടാങ്കൽ മുതൽ ലോകം മുഴുവൻ ഉള്ള മനുഷ്യരെത്തുന്ന ശബരിമല വരെയുള്ള ഒരു മനോഹരമായ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ കാഴ്ചയിൽ നിറയുന്ന ഭൂപടമുണ്ട്. പക്ഷെ ഒരു ആന്തരിക ഭൂപടമുണ്ട് രോഹിത് ഈ നാടിന്. ഈ പുറത്ത് കാണുന്ന ഭൂപടത്തിൻ്റെ അകത്ത് ഒരു ആന്തരിക ഭൂപടം. ആ ആന്തരിക ഭൂപടത്തിൻ്റെ ധമനികളിലൂടെ ഒഴുകുന്നതെല്ലാം സ്നേഹമാണ്. നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. അത് പറയുമ്പോൾ എൻ്റെ കണ്ണല്ല, എൻ്റെ ഹൃദയം നിറയും. 5 വർഷം MLAയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടെ പറയും, എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ജനങ്ങളാണ് ഇവിടുത്തെ. അപ്പോൾ അവരുടെ സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, അവരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ആഹ്ലാദങ്ങളിൽ അതിലെല്ലാം അലിഞ്ഞു ചേരുന്ന ഒരു കൂടപ്പിറപ്പാകുക എന്നൊരു കാര്യമല്ലേ. ഈ കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരേ ഉദരത്തിൽ നിന്ന് ജനിക്കണം എന്നില്ല. അതിലെന്നെ സ്വാധീനിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. രാഷ്ട്രീയം സ്പിരിച്വാലിറ്റി ആണോ എന്നതൊരു നല്ല ചോദ്യം കൂടിയാണ് രോഹിത് ചോദിക്കാം. എല്ലാത്തിലും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ കാര്യങ്ങളെയും ആ തലത്തിൽ, ആ വെളിച്ചത്തിൽ കാണുമ്പോൾ അതിലൊരു ആത്മീയതയുണ്ടാകും. ആ നിലയിൽ
കണ്ടാൽ ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ ആദ്യമായി സത്യവേദ പുസ്തകം വായിക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. സത്യവേദ പുസ്തകത്തെ ആകെ പിഴിഞ്ഞെടുത്താൽ, അതിനെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ സത്തെടുത്താൽ, ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായത്തിൽ ഒരു വരിയുണ്ട്, വെർ ഈസ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരൻ എവിടെയാണ്? ഈ ചോദ്യം ഒരു ചോദ്യമല്ല, നമുക്ക് നൽകുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്, ഒരുപാട് വെളിച്ചത്തിൻ്റെ അടരുകളുണ്ട്. രോഹിതിനെ എനിക്ക് സഹോദരനായി കാണാൻ കഴിയും. ഒരു MLAക്ക് സുഹൃത്തായി, പ്രിയപ്പെട്ട ആളായി. പക്ഷെ അതിൻ്റെ ഒരു ഘട്ടത്തിൽ എപ്പോഴോ അത് വളരെ സംഭവിക്കുന്നതാണ്. അതങ്ങനെ വളരെ ഓർഗാനിക്കായി, മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ പറയാം, ഒരു ചെടിയുടെ ചില്ലയിൽ ഒരു പൂ വിരിയുന്നത് പോലെ വളരെ സ്നിഗ്ധമായി, വളരെ ലോലമായി സംഭവിച്ച ഈ 5 വർഷത്തെ അനുഭവം എന്താണെന്നറിയാമോ? റാന്നിയിലെ എല്ലാ മനുഷ്യരുടെയും, അതിൽ കുഞ്ഞു മക്കൾ മുതൽ അംഗൻവാടി പോകുന്ന, LKG പോകുന്ന കുഞ്ഞുങ്ങൾ മുതൽ തലനരച്ച അമ്മൂമ്മമാർ വരെയുള്ള എല്ലാ തലമുറകളും അവർ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബാംഗമായി മാറി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ ആഹ്ലാദം. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് അങ്ങ് സംസാരിക്കുന്നത്. ഞാനത് സാധാരണ എന്നെക്കുറിച്ചുള്ള പരാതിയാണ്, ഞാൻ ഒരാളെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. പക്ഷേ താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെ ഒഴുകി വരുന്ന വാക്കുകൾ അത് കേട്ടിരിക്കാൻ തോന്നിപ്പോകും. പലപ്പോഴും നിയമസഭയിലെ അങ്ങയുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ സഭാ TV യുടെ ബൈറ്റുകളൊക്കെ വരുന്ന സമയത്ത് വളരെ മനോഹരമായ ഒരു വിഷയത്തെ അവതരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ 5 വർഷവും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു ഡയറക്റ്റ് പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് പോവുകയാണ്. MLA എന്ന നിലയിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞു, ആളുകളുടെ ചേർത്ത് പിടിക്കൽ, സ്നേഹം, പ്രമോദ് നാരായണൻ എന്ന് പറയുന്ന റാന്നിയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹോദരൻ, ഇതൊക്കെ പറഞ്ഞെങ്കിലും MLA എന്ന നിലയിൽ അങ്ങ് 10-ൽ എത്ര മാർക്ക് നൽകും? ജനങ്ങൾ മാർക്കിടട്ടെ. കാരണം MLA എന്നുള്ളത് ഒരു ചുമതലയാണ്. MLA എന്നുള്ള ചുമതലയെ നിർവഹിക്കുമ്പോൾ നമ്മൾ ജനങ്ങളുടെ സേവകനാണ്, ദാസനാണ്. ഏത് രാത്രിയിലും പകലും ഈ നാട്ടിലെ മനുഷ്യർക്ക് സമീപിക്കാവുന്ന, അവരെ കേൾക്കുന്ന, അവർക്ക് ആശ്രയിക്കാവുന്ന, ആ വാക്ക് വേണമെങ്കിൽ മാറ്റാം, കാരണം ആശ്രയിക്കുക എന്ന് പറയുന്നിടത്തൊരു ഒരു ഒരു കുറേ കൂടെ ഭംഗിയുള്ളൊരു വാക്ക്. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാകുന്ന ഒരാളാണ്. അങ്ങനെ പങ്കാളിയായോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണല്ലോ. ഒറ്റ കാര്യം മാത്രം, ഈ 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും. ഞാൻ സ്വയം നടത്തുന്നൊരു വിലയിരുത്തലുണ്ട്. രോഹിത്, ഞാൻ എന്നെ സമർപ്പിച്ചിട്ടുണ്ട്. നാളത്തെ റാന്നിക്ക് വേണ്ടി, റാന്നിയുടെ ഇന്നുകൾ വർത്തമാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വർത്തമാനകാലത്തെ റാന്നിക്ക് വേണ്ടി മാത്രം. ആ വർത്തമാനകാലത്തെ എല്ലാ 5 വർഷവും ഉണ്ടായ റാന്നിയിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ നാളത്തെ റാന്നിയുടെ ജൈത്രയാത്രകൾ അതൊരു യജ്ഞമാണെങ്കിൽ ആ യജ്ഞത്തിന് ഹവിസായി മാറുക എന്ന് പറയുമല്ലോ. നമ്മളെ തന്നെ സമർപ്പിക്കുക. ഞാൻ സ്വയം ഒരു വിഭവമാകുക. നാളുകളിലേക്കുള്ള റാന്നിയുടെ യാത്രകൾക്ക് സ്വയം ഒരു മനുഷ്യൻ എന്ന തരത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ 5 വർഷങ്ങൾ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ രാപ്പകലുകൾ, ഞാൻ കണ്ട സ്വപ്നങ്ങളിലെല്ലാം ഞാൻ മാത്രമല്ല, അതിൽ എല്ലാ റാന്നിക്കാരുമുണ്ട്. അങ്ങനെ എൻ്റെ സ്വപ്നങ്ങളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ അഭിനിവേശങ്ങളിൽ എല്ലാം റാന്നി നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഈ തോരാത്ത ചില മഴകളില്ലേ നമ്മളെങ്ങനെ നനയ്ക്കും, അങ്ങനൊരു റാന്നിക്ക് വേണ്ടിയുള്ള ചിന്തകളുടെ തോരാത്ത മഴയിൽ നനഞ്ഞാണ് ഞാൻ ഈ 5 വർഷവും നിന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. മനസ്സിലൊരു പദ്ധതി, അതായത് അങ്ങ് ഈ 5 വർഷക്കാലം നാളെയുടെ റാന്നിക്ക് വേണ്ടി തുടങ്ങി വെച്ച പദ്ധതികൾ, അല്ലെങ്കിൽ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന കുറേ പദ്ധതികൾ, അടുത്തൊരു 5 വർഷം കൂടി അവസരം ലഭിച്ചാൽ 5 വർഷങ്ങൾക്കപ്പുറത്തുള്ള റാന്നി എന്തായിരിക്കും എന്നുള്ള ഒരു ചിത്രം അങ്ങയുടെ മനസ്സിലുണ്ടോ? നമ്മൾ ആ ചോദ്യം നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളൊരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വർത്തമാനകാലത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ജനകീയ ആവശ്യങ്ങൾ. വീടില്ലാത്ത മനുഷ്യൻ്റെ വീടില്ല എന്ന സങ്കടം മുതൽ, റാന്നിയെ സംബന്ധിച്ച് ജനിച്ച ഭൂമിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ മുദ്ര ചാർത്താനുള്ള രേഖയില്ലാത്ത പട്ടയ പ്രശ്നം മുതൽ ഒരു 100 കാര്യങ്ങളുണ്ട്. പക്ഷേ അതോടൊപ്പം അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കുക, അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു 25 വർഷം കഴിഞ്ഞ് നാടെന്തായിരിക്കണം,
നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ഇനിയും സഞ്ചരിക്കാനുള്ള ജീവിത പാതകൾ എങ്ങനെയാകണം? നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വരുംകാലത്തെ മനുഷ്യരല്ലേ? ആ വരുംകാലത്തെ മനുഷ്യർക്ക് അവരെ രൂപപ്പെടുത്താൻ, അവർക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല ഇക്കോസിസ്റ്റം എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും? ഒരു സോഷ്യൽ ഇക്കോസിസ്റ്റം എങ്ങനെ രൂപപ്പെടുത്തണം? ഈ ചിന്തയിൽ നിന്ന് പിറവിയെടുത്ത 2 പദ്ധതികൾ ഞാൻ രോഹിതുമായി പങ്കുവയ്ക്കാം. 3 പദ്ധതികൾ. ആ 3 പദ്ധതികളും കേരളം കൈയടിച്ച പദ്ധതികളാണ്. അതിൽ ആദ്യത്തേത് റാന്നി നോളജ് വില്ലേജാണ്. റാന്നി നോളജ് വില്ലേജ് എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക പദ്ധതിയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി. അതിൽ അംഗൻവാടി മുതൽ ഏറ്റവും സംരംഭകരാകാൻ വരെയുള്ള ആളുകൾ ഒരുപോലെ ഈ ശൃംഖലയിൽ പങ്കാളികളാണ്. റാന്നി മണ്ഡലത്തിലെ എല്ലാ കുട്ടികളുടെയും, അതിൽ 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികളിലും അന്തർലീനമായ അവരുടെ കഴിവുകൾ, നമ്മളതിനെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും, ഇതിൻ്റെ മാപ്പിംഗ് നടത്തിയൊരു മണ്ഡലമാണ് റാന്നി. ആ പദ്ധതിക്ക് ഞങ്ങൾ പേരിട്ടത് പാത്ത് ഫൈൻഡർ എന്നാണ്. അതിൻ്റെ ഫേസ് 2 ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ശശി തരൂരാണ്. തരൂർ അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ MLA-മാരും ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ അത് വലിയ അംഗീകാരമല്ല, ഒരു വിശ്വപൗരൻ പറയുകയാണ്. ഈ മാപ്പിംഗ് നടത്തിയതിന് ശേഷം രോഹിത്, ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചില്ലേ, നമ്മൾ പഠിക്കുന്ന കാലത്ത് രോഹിതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻക്ലിനേഷൻ എന്താണ് എന്ന് ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇത് കണ്ടെത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുമാത്രം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും അല്ലേ? ഈ ഭൂമിയിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ, മനുഷ്യരെയൊക്കെ അവരിങ്ങനെ ലോകം കാണുമ്പോൾ അവരിലെ കഴിവുകൾ കണ്ടെത്തി അവർക്ക് മാർഗദർശനം നൽകാൻ കഴിഞ്ഞാൽ, മെൻറ്റർഷിപ്പ് നൽകാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രതിഭകൾക്ക് പ്രചോദനം നൽകാനാകും. ഡിസൈനിൽ താല്പര്യ ഒരു കുട്ടിയെ നമ്മൾ ഡോക്ടറാക്കിയിട്ട് കാര്യമില്ല. ആ കുട്ടിയെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. എഴുതാൻ കഴിവുള്ളൊരു കുട്ടി, ആ കുട്ടിയെ നമ്മൾ പുസ്തകം എഴുതാൻ, വായനയുടെ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ വഴികാട്ടുന്ന ഒരു വലിയ അനുഭവമായിരുന്നു നോളജ് വില്ലേജ്. ആ പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് നമ്മൾ തുടർന്ന് കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ്, ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്താനുള്ള മത്സര പരീക്ഷകൾ, അതിനുള്ള അധ്യാപകർക്കുള്ള പരിശീലനം, അതിനായിട്ട് ഇന്ത്യയിലെ ഒരുപാട് വിദഗ്ധരാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ഇവിടേക്ക് എത്തിയത്. അതോടൊപ്പം ഈ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ സ്കൂൾ തലത്തിൽ ഡിജിറ്റൽ ലൈബ്രറി റാന്നി MS സ്കൂളിലാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ പറയും, വി ലിവ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഇൻക്രീസിംഗ്ലി ഇൻ്റർ കണക്ട് വിത്ത് ടെക്നോളജി അല്ലേ? ഗൂഗിളേ എന്നാണ് മാതാപിതാ ഗുരു ദൈവം എന്നത് മാറി മാതാപിതാ ഗുരു ഗൂഗിൾ എന്ന ആളുകൾ കരുതാണ്. ഒന്ന് ChatGPT-യിലേക്കൊക്കെ എത്തി. AI-യുടെ കാലമാണ്, ജനറേറ്റീവ് AI-യുടെ കാലമാണ്. അത്തരമൊരു കാലത്ത് കൂട്ടത്തിൽ ആങ്ഷ്യസ് ജനറേഷൻ എന്നൊരു മനോഹരമായ പുസ്തകമുണ്ട്. അതെങ്ങനെയാണ് കുട്ടികളെ ടെക്നോളജി സ്വാധീനിക്കുന്നതെന്ന് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ വായനാശീലം വർദ്ധിപ്പിക്കാൻ നോളജ് വില്ലേജിൻ്റെ ഭാഗമായി കൊണ്ടുവന്നൊരു കാര്യം, അവരുടെ കയ്യിലേക്ക് ഈ പാപ്പറസ് ചുരുളുകൾ ലോകത്തിലെ ഏറ്റവും ദുർബലമാണ്, പക്ഷേ ലോകത്തെ ആകെ മാറ്റിമറിച്ച പുസ്തകങ്ങൾ, പക്ഷേ ആ പുസ്തകങ്ങൾ കയ്യിലേക്ക് എടുത്തിട്ട് കാര്യമില്ല. അവർ ഒരേ സമയം പല വിൻഡോസ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ കാണും. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി 5000 പുസ്തകങ്ങളാണ് ഡിജിറ്റലാക്കി MS സ്കൂളിൽ 10 ലക്ഷം രൂപ മുടക്കി പദ്ധതി. കുഞ്ഞുങ്ങൾ വായന ഡിജിറ്റലായി അവർ വായിക്കുന്നു, ഒരേ സമയം പല പുസ്തകം വായിക്കുന്നു. ഷെർലക് ഹോംസ് വായിക്കുന്ന അതേ തരത്തിൽ തന്നെ ആരാച്ചാർ അവർ വായിക്കുന്നു. ചുടാതെ പോയി നീ നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചൊരൻ പനിനീർപ്പൂവുകൾ, ഒന്നു തൊടാതെ പോയി നീ വിരൽത്തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ, ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോവനെ, എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്നസാന്നിധ്യം പകരുന്ന വേദന. ഇത് വായിക്കുന്ന കുട്ടി അടുത്ത നിമിഷം മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് അതും വായിക്കും. ഇങ്ങനെ ഒരേ സമയം ലോകസാഹിത്യവും നമ്മുടെ നാടും ഒക്കെ വായിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ലൈബ്രറി. അതോടൊപ്പം നോളജ് വില്ലേജിൻ്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് സൗജന്യ PSC കോച്ചിങ്. ഓക്കെ, അതൊരു റാന്നി പോലൊരു സ്ഥലത്ത് എനിക്ക് എപ്പോഴും എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. ഒരുപാട് മൈഗ്രേഷനുള്ള സ്ഥലമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? എല്ലാവരും പഠിക്കാനായി തന്നെ പുറത്തേക്ക് പോകും. കേരളം ഒരു വൃദ്ധരുടെ മൈഗ്രേഷൻ നമുക്ക് കുറ്റം പറയാം. മലയാളി പുലർന്നത് ഒരു മണി ഓർഡർ എക്കോണമിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുറ്റം പറയാനാവില്ല. പ്രത്യേകിച്ചും റാന്നിയിൽ നിന്നും പ്രവാസിയാകാനുള്ള ഒരു
ധൈര്യം, ആദ്യം തന്നെ കടൽ കടന്നു പോകാൻ ഉള്ള ധൈര്യം കാണിച്ച സാഹസികത റാന്നിയുടെ പ്രജ്ഞയിലുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ ഉണ്ടാകണം യുവാക്കൾ. ഇത് വാർദ്ധക്യം ബാധിച്ചവരുടെ നാടായി മാറരുത്. അതിനെന്തൊക്കെ ചെയ്യാം, അതെല്ലാം ഈ നോളജ് വില്ലേജിൻ്റെ ഒരു ചിന്തയിലുണ്ട്. അങ്ങനെ തുടങ്ങിയൊരു കാര്യമാണ്. സർക്കാർ സർവീസിലേക്ക് UPSC PSC ഒരുപാട് സാധ്യതയുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തടസ്സം എന്താ, അവർക്ക് പണം കൊടുത്ത് പഠിക്കാൻ കഴിയില്ല. സാധാരണ കുടുംബങ്ങൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ, തൊഴിലാളികൾ, കർഷകർ. രോഹിത് അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൽ ആദ്യമായി ഒരു MLA സൗജന്യമായി PSC UPSC കോച്ചിങ് നടത്തുന്ന, ഞാനും ക്ലാസ് എടുക്കാറുണ്ട്, ഒരു സൗജന്യ PSC കോച്ചിങ് സെൻറ്റർ ആരംഭിച്ച മണ്ഡലം റാന്നിയാണ്. 169 കുട്ടികളാണ് NSS താലൂക്ക് യൂണിയൻ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് ഇന്ന് പഠിക്കുന്നത്. ഒരു കുറേ പേര് സർവീസിലെത്തും. റാന്നിയുടെ ഇക്കോണമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നഴ്സിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇവരയക്കുന്ന പണമാണ് റാന്നിയെ ഒരു പരിധിവരെ നിലനിർത്തിയതും മുന്നോട്ട് നടത്തിയതും. പക്ഷേ റാന്നിയിലൊരു നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നില്ല. ഇത്രയധികം ആളുകൾ ബാംഗ്ലൂരിൽ പോയി, ഹൈദരാബാദിൽ പോയി, കേരളത്തിൽ പഠിക്കാൻ എല്ലാവർക്കും മാർഗം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ പോവാണ് പണം മുടക്കി. ഞാനൊരു നഴ്സിംഗ് കോളേജ് വേണം. നോളജ് വില്ലേജിൻ്റെ ഭാഗമായി റാന്നിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നഴ്സിംഗ് കോളേജിന് അനുമതി വാങ്ങിയെടുത്തിട്ടാണ് ഞാൻ ഈ MLA നിലയിൽ 5 വർഷം പൂർത്തിയാക്കുന്നത്. നഴ്സിംഗ് കൗൺസിലിൻ്റെ അനുമതി ലഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ നിന്നും 1 കോടി രൂപയാണ് അയിരൂരിലാണ് സ്ഥാപിതമാകുന്നത് ലഭിച്ചിട്ടുണ്ട്. അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ. ഈ മോണ്ടിസറി എന്ന് പറയുന്നത് മറ്റൊരു ഇതാണ്. നമുക്ക് നിയമസഭയിലെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ ഇങ്ങനെ രോഹിതൊക്കെ അന്വേഷിക്കേണ്ട ഒന്നാണ്. കാരണം മരിയ മോണ്ടിസറി ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായിരുന്നു. അതിലും ഒരു റവല്യൂഷനുണ്ട്. വളരെ സർഗാത്മകമായി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒന്നാണ് മോണ്ടിസറി. അതിൽ പക്ഷേ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രീ സ്കൂളിൽ നിലവിലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അത്തരം അധ്യാപകരുണ്ടാകുന്നു മാത്രമല്ല, ലോകത്തെവിടെയും ഒരു തൊഴിൽ ലഭിക്കുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അംഗീകാരമുള്ള മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിന് സ്ഥലം വിട്ടു തന്നത്, SC സ്കൂളിൻ്റെ കെട്ടിടം നൽകിയത് മർത്തോമ സഭയാണ്. സഭയോട് വലിയ കടപ്പാടുണ്ട്. അവിടെ ഇന്ന് ഒരുപാട് പേർ അധ്യാപകരാകാനുള്ള പ്രയത്നത്തിലാണ്. റാന്നിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്. നമ്മൾ വൈജ്ഞാനിക രംഗത്ത് ലോകത്തുണ്ടാകുന്ന ഏത് മാറ്റത്തോടും ചേർന്ന് നിൽക്കാൻ കഴിയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. റാന്നിയിലൊരു കുട്ടി ഇന്ന് മത്സരിക്കുന്നത് തന്നെ കാലിഫോർണിയയിലെ കുട്ടിയുമായിട്ടാണ്. അങ്ങനെ കണക്റ്റഡ് ആകുന്ന ഒരു ലോകത്ത് നമ്മൾ ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് വേണം. 10 കോടി രൂപയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഈ പദ്ധതിക്കായിട്ട് നൽകിയത്. സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു. അതിൽ AI ഉണ്ടാകും, റോബോട്ടിക്സ് ഉണ്ടാകും, ഡിസൈൻസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നോളജ് വില്ലേജ് എന്ന പദ്ധതിയാണ് ഒരു വലിയ റാന്നിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായി ഞാൻ കാണുന്നു. ഇനിയും ഷീറൈസും ജലമിത്രയും ഉണ്ട്. അത് നമുക്ക് അതുകൂടി പറഞ്ഞു പോകാമെന്ന് എനിക്ക് പറഞ്ഞു പോകാം. ഈ ഷീറൈസ് എന്ന പദ്ധതിക്ക് ഒരു വലിയ കഥയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയത് പുരുഷന് മാത്രമാണോ എന്നൊരു ചിന്ത പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. മോഹിച്ചു നിന്നിട്ടുണ്ട് ഞാൻ ചുവപ്പാർന്ന കുപ്പിവളകൾ ദാഹിച്ച കണ്ണുകളാൽ. ഒന്ന് ചോദിക്കാൻ പോലും ആകാതെ ഞാൻ മോഹിച്ചു നിന്നിട്ടുണ്ട്. ഈ കുപ്പിവള എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആഗ്രഹങ്ങളുടെ വലിയ പ്രതീകമാണ്. ഈ കുപ്പിവള വേണമെങ്കിൽ പോലും ഒരാളോട് ചോദിക്കണം. കുട്ടിക്കാലത്ത് അച്ഛനോട് ചോദിക്കണം, പിന്നെ ഭർത്താവിനോട് ചോദിക്കണം. ജീവിതത്തിലുടനീളം ഇഷ്ടങ്ങൾ. ഒരു കാര്യം രോഹിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മൾ പല വീട്ടിലും ചെല്ലുമ്പോൾ ഒരു പുരുഷനില്ലാത്ത വീടാണെങ്കിൽ സ്ത്രീ ഇറങ്ങി വന്നിട്ട് പറയുന്നത് എന്താ, ഇവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല. ആ വീട്ടിലെ ഈ ആരുമില്ല എന്ന് ഉത്തരം പറയുന്ന ആളിന് പോലും ആ വീട്ടിലെ ഒരു ആരോ ആണ് ഞാനെന്ന തോന്നലില്ല. ഇത് ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾ അവരടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഉപകരണങ്ങളായി മാറാൻ പാടില്ല. അത് വലിയ മാറ്റം ഉണ്ടാക്കിയതാണ് കുടുംബശ്രീ. അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക് സ്ത്രീകളെത്തി. പക്ഷെ അരങ്ങിലെത്തിയ സ്ത്രീകൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള പാതകൾ വേണം, പുതിയ ആകാശങ്ങൾ വേണം, പുതിയ സ്വപ്നങ്ങൾ വേണം, പുതിയ സാധ്യതകൾ വേണം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വികസനത്തെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പട്ടിണി അസ്വാതന്ത്ര്യമാണ്, തൊഴിലായ്മ അസ്വാതന്ത്ര്യം. പക്ഷേ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം എന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കായി വേറൊരാളിനെ ആശ്രയിക്കേണ്ടി വരിക. അത്തരമൊരു ചിന്തയിലാണ് ഷീ റൈസ്. മായ ആഞ്ചലോവിൻ്റെ കവിതയാണ് സ്റ്റിൽ ഐ റൈസ്. യു ക്യാൻ ട്രോട്ട് മീ ഡൗൺ വിത്ത് യുവർ ബിറ്റർ ലൈസ്.
നിങ്ങളുടെ കൈപ്പാർന്ന നുണകളാൽ നിങ്ങൾക്ക് എന്നെ ചവിട്ടിത്താഴ്ത്താൻ കഴിഞ്ഞേക്കാം, പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. റാന്നിയിലെ സ്ത്രീകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. 1433 പേരാണ് ആദ്യഘട്ടത്തിൽ തന്നെ തുന്നൽ പഠിക്കുന്നത്. അപ്പം എന്നെ ആളുകൾ ഒരു കമൻറ്റ് വന്നു, തുന്നൽ പഠിപ്പിക്കുന്ന അതെ, അവർ തുന്നുന്ന വസ്ത്രമല്ല, ജീവിതമാണ് തുന്നുന്നത്. അതിന് വലിയ സംഭവം കൂടിയുണ്ട്. അതൊന്ന് പറഞ്ഞു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പെരുന്നാട് പഞ്ചായത്തിൽ റോഡിൻ്റെ ഉദ്ഘാടനം, ഈ ഉദ്ഘാടനം ഇങ്ങനെ സന്ധ്യാസമയം നടക്കുകയാണ്. നല്ല ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടം നടന്ന ഒരു അമ്മ, നമ്മളിങ്ങനെ നോക്കുമല്ലോ ആളുകളുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കലാണ്. മനുഷ്യരുടെ ഉള്ളിലേക്ക് നോക്കാനാവണം. ഏത് പരസ്പരം ഈ നമുക്കിങ്ങനെ ഉള്ളുകളിലേക്ക് നോക്കാൻ കഴിയാതെ പോയതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പരിമിതികളിലൊന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മ എന്നെ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്, എന്തോ പറയാൻ, സാധാരണ പോലെ എന്തെങ്കിലും സങ്കടം പറയാനായിരിക്കും. അപ്പം ആ കയ്യിൽ ഒരു നോട്ട്, ഒരു വിയർപ്പിൽ കുതിർന്നൊരു നോട്ട്, അതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. 500 രൂപയാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ടാണ്. ഈ കുഞ്ഞേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ സൗകര്യമുള്ള ഒരാളായതുകൊണ്ടാകാം അമ്മ ഇങ്ങനെ വന്ന് എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഷിറൈസ് പദ്ധതിയിൽ അങ്ങനെ മോനെ വിളിച്ചിട്ടാണ്, അങ്ങനെ വിളിക്കുന്നൊരു അടുപ്പമാണ്. ഷിറൈസ് പദ്ധതിയിൽ തുന്നൽ പഠിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് ഞാൻ തുന്നിയതാണ്. അമ്മ പറയാണ്. എന്ന് മാത്രമല്ല, ഞാൻ തുന്നിക്കൊടുത്തിട്ട് എനിക്ക് വരുമാനം കിട്ടിയെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ആദ്യമായി സ്വന്തം വിയർപ്പിൻ്റെ ഫലമായി, ഇത്രയും കാലം അടുക്കളയിൽ പണിയെടുത്ത ആളാണ്, ഒരു വരുമാനമില്ല, ജീവിതത്തിൽ ആദ്യമായി എനിക്ക് കിട്ടിയതാണ് ഈ നോട്ട്. ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്, മോനെ എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്ക് കിട്ടിയ നോട്ട്, ഇത് ഞാൻ ഒന്നിനും ചിലവാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൈകളിങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. അതിനേക്കാൾ വേറെന്താ വേണ്ടത്? അതുവരെ ഇല്ലാതിരുന്ന ഒരു അമ്മയുടെ ജീവിതത്തിലേക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു പങ്ക് നൽകാൻ. തുന്നിയത് ജീവിതമല്ല, തുന്നുന്നത് സ്വപ്നങ്ങളാണ്. ഈ പദ്ധതിയിൽ അത് ഷിറൈസ് പദ്ധതി തുന്നൽ മാത്രമല്ല, അതിനകത്ത് രോഗികളെ വീടുകളിൽ പരിപാലിക്കുന്ന ഡൊമസ്റ്റിക് ഹെൽത്ത് കെയർ, ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പദ്ധതിയാണ് ജലമിത്ര. അങ്ങേക്കറിയാലോ, പ്രളയത്തിൻ്റെ മൂർച്ചയെറിഞ്ഞ നാടാണ് റാന്നി. പ്രളയകാലത്തൊരു നാട് മുഴുവൻ ഒരു നാടിനെ എടുത്തുകൊണ്ട് രക്ഷിക്കാൻ ഓടിയവരാണ്. തോരാതെ മഴ പെയ്യുന്ന നാടാണ്, ഉരുളുപൊട്ടുന്ന നാടാണ്, മണ്ണിടിച്ചിലുണ്ട്. പക്ഷെ മഴ മാറിയാൽ പിന്നെ കുടിക്കാൻ വെള്ളമില്ല. ഈ നദികൾ പോലും വെള്ളത്തിനായിട്ട് ദാഹിക്കുന്നതാണ്. അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് ജലജീവൻ മിഷൻ വഴിയൊക്കെ MLA എന്നതിൽ വലിയ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഉള്ളപ്പോഴും ജലത്തിൻ്റെ സ്രോതസ് ഉണ്ടാകണം. കുറേ കഴിഞ്ഞ് ഇതെല്ലാം വറ്റി വരളും. അങ്ങനെയാണ് ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതി ജലമിത്ര, റാന്നിയുടെ മുഴുവൻ നീർച്ചാലുകളും, നദി, ചോലകൾ, അരുവികൾ, വനത്തിനുള്ള സ്പ്രിങ്സ്, ഇതെല്ലാം നമ്മൾ സാറ്റലൈറ്റ് വഴി മാപ്പ് ചെയ്തു. എന്നിട്ട് ഈ പദ്ധതിയിൽ ജലത്തെ കുളങ്ങളെ സംരക്ഷിക്കുക. അതിന് വിശദമായിട്ടൊരു DPR നമ്മുടെ ലാൻഡ് യൂസ് ബോർഡ്, കേരള ഭൂവിനിയോഗ ബോർഡ് നേതൃത്വത്തിൽ 16 വകുപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രയോറിറ്റി. അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് ഈ പദ്ധതിയുമായി ചെന്നപ്പോൾ അതിനെ സ്വീകരിച്ചത്. ഈ പദ്ധതി പ്രകാരം റാന്നിയിലെ ജലസംരക്ഷണം, അത് കുട്ടികൾ വരെ എത്തുന്നുണ്ട്. നമ്മുടെ ജലസംരക്ഷണ പദ്ധതികൾ, ഇപ്പോൾ കോറികൾ, വെറുതെ കിടക്കുന്ന കോറികളുടെ ജലം അതിങ്ങനെ എടുത്തിട്ട് കുടിവെള്ളത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നത് മുതൽ ഭാവിയിലേക്കുള്ള ഭൂഗർഭജലത്തിൻ്റെ അളവ് കൂട്ടാനുള്ള നിക്ഷേപങ്ങൾ, മഴവെള്ള സംഭരണികൾ, റീചാർജ്, എല്ലാം അതിൽ വരുന്നുണ്ട്. പക്ഷേ ആ പദ്ധതിക്ക് ബജറ്റിൽ ഇത്തവണ ഈ പദ്ധതി തയ്യാറാക്കിയതിനൊരു ഫലം കണ്ടു. 30 കോടി രൂപ പുണ്യനദിയായ പമ്പ, ആ പമ്പയുടെ സംരക്ഷണത്തിനായി സർക്കാർ നൽകിയത് 30 കോടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നൂതനമായ ഒരു വികസന മാതൃക രൂപപ്പെടുത്തി. ഞാനതാണ് പറയുന്നത്. അമർത്യ സെൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൻ്റെ ഒരു വികസന മാതൃക അല്ലെങ്കിൽ വികസന അനുഭവം. റാന്നി ഇന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ നാളെ കേരളം അനുകരിക്കും. അപ്പോൾ റാന്നിക്കൊരു വികസന മാതൃക രൂപപ്പെടുത്താൻ കഴിഞ്ഞു. അത് തീർച്ചയായും അഭിമാനമുണ്ട്. കേവലം റോഡ് നിർമ്മാണങ്ങളോ കെട്ടിട നിർമ്മാണങ്ങളോ അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യമാണെങ്കിൽ പോലും അതിനുമപ്പുറത്തേക്ക് നാളുകളിൽ ഈ നാടിന് വേണ്ടത് എന്താണ്, ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ എന്താണ് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടൊരു മനുഷ്യൻ നടത്തിയ പദ്ധതികളായി ഇതിനെ സ്നേഹത്തോടെ എടുക്കുകയാണ്. ഒരു മനുഷ്യനല്ല, എല്ലാവരും ചേർന്ന് നടത്തി എന്ന് പറയാനാണ്. കാരണം ഇതൊരു യാത്രയാണ്. ആശയങ്ങൾ
എൻ്റെ മനസ്സിൽ പിറവിയെടുത്താണ്. അത് തികച്ചും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഈ പൊതുപ്രവർത്തന ജീവിതം തുടക്കത്തിൽ പറഞ്ഞു, ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കേണ്ടുന്ന ഒരാളാണ്. ആ ഒരു പ്രതിബദ്ധതയുണ്ട്. എപ്പോഴും തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുമ്പോൾ ഇത്രയും ഇന്നോവേറ്റീവായ ആശയങ്ങൾ, എനിക്കൊന്ന് അങ്ങയുടെ സംസാരത്തിൽ അങ്ങയുടെ ആഴത്തിലുള്ള വായനകൾ, ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കലൊക്കെ പുതിയ പദ്ധതികളിലേക്കൊക്കെ നയിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എപ്പോഴും തിങ്ക് ഡിഫറൻ്റ്ലി എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഒരു അനുഭവങ്ങൾക്കൊരു പ്രധാനം. അപ്പം ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ അപ്പൂപ്പൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, PK ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ പറയുന്നുണ്ട്, ആ നാട്ടിലേക്ക് രാഷ്ട്രീയം വന്നത് അദ്ദേഹത്തിലൂടെയാണ്. ഒരുപാട് തിരുവിതാംകൂറിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എൻ്റെ വീട് ഒരുപാട് ചരിത്രമുള്ളൊരു വീടാണ്. വെച്ചാൽ EMSഉം AKGയും ഒക്കെ സന്ദർശിക്കുകയും ക്യാപ്റ്റൻ ലക്ഷ്മി വരികയും അവരൊക്കെ ഒളിവിലിരിക്കുകയും ചെയ്തൊരു വീട്. ശൂരനാട് സംഭവത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് എത്രയോ കാലം തോപ്പിൽ ഫാസിയുടെ ഒളിവിലെ ഓർമ്മകളിൽ ഒരുപാട് പേജുകൾ പരാമർശിക്കപ്പെടുന്നൊരു വീടാണ്. അങ്ങനൊരു തറവാടിൽ 3 നേരവും തൊട്ടുണ്ടുന്നത് രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ച് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരാൾ അപ്പൂപ്പനാണ്. ഇപ്പോൾ ഈ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ പ്രസംഗത്തെക്കുറിച്ച്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു, മാമ്പഴം അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നിരുന്നു ചുടു കണ്ണീർ. ഈ കവിത സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കാണാതെ പഠിച്ചാണ്. വെച്ചാൽ അന്നത് അറിയില്ലായിരുന്നു. കേദാമോദരൻ്റെ മനുഷ്യൻ്റെ പുസ്തകമൊക്കെ വായിക്കാൻ തരുമ്പോൾ ഇത് ഒന്നും പിടികിട്ടില്ല. അന്നത്തെ പത്രങ്ങളുടെ എഡിറ്റ് പേജൊക്കെ ഇങ്ങനെ അപ്പൂപ്പൻ നിർബന്ധിച്ച് വായിപ്പിക്കും. പക്ഷെ ഇന്നിങ്ങനെ ഈ നമ്മുടെ ഉള്ളിലിങ്ങനെ ഈ ഭാഷയുടെ തുള്ളികൾ അതിങ്ങനെ സംഭരണികളിൽ കിടന്ന് ഒരു കാലമെത്തുമ്പോൾ അതിങ്ങനെ മേഘം കെട്ടഴിഞ്ഞ് മഴയായി വീഴുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തുള്ളികളാക്കി സംഭരിക്കാൻ ഉള്ള ഒരു ചോദന നൽകിയത് അപ്പൂപ്പനായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. 2 പേരും ജീവിതത്തിലുടനീളം സത്യസന്ധത പൂർണ്ണമായി പാലിച്ച 2 പേർ. അപ്പോൾ വീടിനകത്തൊരു രാഷ്ട്രീയം. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാലസംഘത്തിലൂടെയാണ് എൻ്റെ പൊതുപ്രവർത്തനം. അന്നേ പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുക്കും. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിക് ആയിരുന്നതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അന്വേഷിക്കാൻ ഒക്കെയുള്ള അത് ആരായാൻ അതിനോടൊക്കെ ഒരു ആഭിമുഖ്യം സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്നതിലുണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ സ്കൂൾ കൗൺസിൽ, കേരളത്തിലെ സ്കൂളുകൾക്ക് മൊത്തം ഒരു ലീഡർ. അപ്പോൾ ക്ലാസ് ലീഡർ വന്നു. അങ്ങനെ കേരളം മൊത്തം 59 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഒറ്റ ലീഡർ. ഒരു സ്കൂൾ കൗൺസിൽ, അതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് ചെയർമാൻ. അതിൻ്റെ ആദ്യത്തെ ലീഡർ ഞാനായിരുന്നു. ഒറ്റ വർഷമേ ഇതുണ്ടായിരുന്നുള്ളൂ. EK നായനാരാണെന്ന് മുഖ്യമന്ത്രി. പിന്നീട് കോളേജ് യൂണിയൻ, കേരള ബിഷപ്പ് മൂർ കോളേജിലെ SFIയുടെ ആദ്യത്തെ ചെയർമാനാകുന്നു, ജനറൽ സെക്രട്ടറി ആകുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആകും. അപ്പോൾ കാട്ടാക്കട MLA ആയിട്ടുള്ള IB സതീഷ്, അദ്ദേഹം ചെയർമാനും ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ 21ാമത്തെ വയസ്സിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ്. ഈ 21ാമത്തെ വയസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ നമുക്കതുവഴി ലഭിച്ചിട്ടുള്ള ഒരു ജീവിതാനുഭവമുണ്ട്, ഭരണാനുഭവമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പുതുമയാർന്ന പദ്ധതികൾ, ഇതേപോലെ തന്നെ സ്ത്രീകളുടെ ഒരുമ എന്ന് പറയുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതി, മലയാണ്മ എന്ന് പറയുന്ന ഭാഷാ പദ്ധതി, അന്ന് ചെയ്ത പദ്ധതികൾക്ക് UNDPയുടെ പുരസ്കാരം കിട്ടി. ഞാൻ എന്നെ തന്നെ അറിയിക്കാൻ വ്യഗ്രതപ്പെടുകയല്ല, പക്ഷേ അതിൻ്റെ അനുഭവം പറയുക. അന്ന് മേധാ പട്കർക്കൊപ്പം, മെക്സാസെ പുരസ്കാരം കിട്ടിയ മേധാ പട്കർക്കൊപ്പം ഗാന്ധി സമ്മാൻ ലഭിച്ചു. അതൊരു വലിയ അഭിമാനം തന്നെയാണ്. അപ്പം അന്നേ അത്തരം നൂതനാശയങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ലഭിച്ചപ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുപോലെ ലഭിച്ചൊരു ഭരണാനുഭവമുണ്ട്. ഒരു MLA പോലെ തന്നെയാണല്ലോ. അന്ന് 8 പഞ്ചായത്തുകൾ, ഇന്ന് 12 പഞ്ചായത്തുകൾ. അവിടെ ഒരു ഭരണാധികാരി കൂടിയാണ്, പ്രതിനിധി മാത്രമല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്തതിനൊരു അനുഭവ സമ്പത്തുണ്ട്. ഈ അനുഭവ സമ്പത്ത് നമുക്ക് നൽകുന്ന ഒരു വിഷനുണ്ട്. ഈ വിഷൻ ഈ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വായന സഹായിച്ചിട്ടുണ്ട്, യാത്രകൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബന്ധങ്ങൾ. ഏത് പദ്ധതിയിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവിടെ അത് ഏറ്റവും ബെസ്റ്റാകാൻ എന്താണ്, അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഇപ്പം നോളജ് വില്ലേജ് ആശയവുമായി ഞാൻ അലഞ്ഞതുപോലെ ഈ പറയത്തില്ല, ഒരു കാടിങ്ങനെ പൂത്തു നിൽക്കുന്നു. ഈ പൂത്തു നിൽക്കുന്ന കാട്ടിലൂടെ നമ്മൾ തേനീച്ചയെ പോലെ അലയുകയായിരിക്കും. പക്ഷേ നമുക്ക് ചിലപ്പം എങ്ങൂന്നും തേൻ കിട്ടണമെന്നില്ല എന്ന് പറയുന്നത് പോലെ ഒത്തിരി അലഞ്ഞിട്ടുണ്ട് ഇതുമായി.